നമസ്കാരം, എല്ലാവർക്കും ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഈശ്വര അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വീഡിയോയിലേക്ക് കടക്കുന്നു. ഞാനിന്ന് പറയുന്ന വിഷയം 2026 ഫെബ്രുവരി മാസത്തിൽ ലോട്ടറി അടിക്കാവുന്ന നക്ഷത്രങ്ങളും അവരുടെ ഭാഗ്യ നമ്പറുകളാണ് ഞാൻ പറയുന്നത്. അതായത് 2026 ഫെബ്രുവരി മാസത്തിൽ ലോട്ടറി അടിക്കാവുന്ന നക്ഷത്രങ്ങളും അവരുടെ ഈ മാസത്തെ ഭാഗ്യ നമ്പറുകളാണ് ഞാൻ പറയുന്നത്. ജ്യോതിഷ പ്രകാരം അല്ലെങ്കിൽ ജ്യോതിഷ വിധി പ്രകാരം ധനകാരകനായ വേഴം ബുധന്റെ രാശിയായ മിഥുനത്തിൽ നിൽക്കുന്ന ഈ സമയം, അതായത് ഇതാണ് ധനകാരകൻ, അത് മിഥുനൻ രാശിയിലാണ് നിൽക്കുന്നത്, വേഴമാണ്. അപ്പൊ ജ്യോതിഷ വിധിപ്രകാരം ധനകാരകനായ വേഴം മിഥുനൻ രാശിയിൽ നിൽക്കുന്ന സമയമാണ്. മിഥുനൻ രാശിയിൽ നിൽക്കുന്ന ഗോചര സമയമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ മിഥുനൻ രാശിയിൽ നിൽക്കുന്ന, അപ്പൊ മിഥുനൻ രാശിയുടെ അധിപനാരാണ്? അത് ബുധനാണ്. ബുധൻ ബുദ്ധിയുടെ ആളാണ്, ബുദ്ധിയുടെ അല്ലെങ്കിൽ ബുദ്ധി സാമർത്ഥ്യത്തിന്റെ ഗ്രഹമാണ്. അപ്പൊ ജ്യോതിഷവിധി പ്രകാരം ധനകാരകനായ വേഴം ബുധന്റെ രാശിയായ മിഥുനത്തിൽ നിൽക്കുമ്പോൾ അത് ബുദ്ധിശക്തിയും ഭാഗ്യവും ഒത്തുചേരുന്ന ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ടുകൂടിയാണ് ഞാൻ ഈ മാസത്തിൽ ഈ ധനകാരകനായ വേഴം മിഥുനൻ രാശിയിൽ ബുധന്റെ രാശിയിൽ നിൽക്കുന്നതിന്റെ ഫലമായിട്ട് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ, അതായത് ലോട്ടറി പോലെയുള്ള കാര്യങ്ങൾ അടിക്കാവുന്ന നക്ഷത്രങ്ങളെ പറ്റിയും അവരുടെ ഭാഗ്യ നമ്പറുകളെ പറ്റിയാണ് ഞാനിവിടെ പറയുന്നത്. 2026 ഫെബ്രുവരിയിൽ ലോട്ടറി പോലുള്ള അപ്രതീക്ഷിത ധന ലാഭങ്ങൾക്ക് കൂടുതൽ സാധ്യതയുള്ള ചില നക്ഷത്രങ്ങളെ പറ്റിയാണ് ഞാനിവിടെ പറയുന്നത്. അപ്പൊ ചില നക്ഷത്രങ്ങൾ അതുകൂടാതെ അവരുടെ ഭാഗ്യ നമ്പറുകളും ഞാനിവിടെ ഈ വീഡിയോയിൽ പറയുന്നു. ലോട്ടറി എന്നത് ഓരോ വ്യക്തിയുടെയും ജന്മജാതകത്തിലെ ദേശകാലങ്ങളെയും ഗോചരഫലങ്ങളെയും ആശ്രയിച്ചിരിക്കും എന്ന കാര്യം ഇവിടെ പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതാണ്. അതായത് ലോട്ടറി അടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗ്യ നമ്പർ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. കാരണം അവരുടെ ഇപ്പോഴത്തെ ജാതകത്തിലെ ജന്മ സമയത്തെ ഗ്രഹനിലയും അവരുടെ ഇപ്പോഴത്തെ ദശാസമയത്തെ കാര്യങ്ങളും കൂടി നോക്കണം. മനസ്സിലായ? അതായത് ജാതകത്തിലെ നല്ല ദശാസമയവും നല്ല അപഹാര സമയവുമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളും കൂടി ഒത്തുവരുമ്പോൾ അവർക്ക് ഈ ഭാഗ്യാനുഭവങ്ങൾ ഈ മാസത്തിൽ ഉണ്ടാകും. അപ്പൊ അത് പ്രത്യേകം ഓർക്കേണ്ടതാണ്. അല്ലാതെ എനിക്ക് നമ്പർ കിട്ടി, പക്ഷെ ആ നമ്പർ കിട്ടിയിട്ട് എനിക്ക് ഭാഗ്യം അടിച്ചില്ല അല്ലെങ്കിൽ ലോട്ടറി അടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇതും കൂടി നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. എന്നാലും സാമാന്യമായിട്ട് ഞാൻ പറയുന്ന ചില നക്ഷത്രക്കാരുണ്ട്, അവർക്ക് വേഴം മിഥുനത്തിന്റെ രാശിയിൽ നിൽക്കുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന ആ കാര്യം ഞാനിവിടെ വിവരിക്കാൻ പോവുകയാണ്. രോഹിണി നക്ഷത്രമാണ് അതിലൊരു നക്ഷത്രം. രോഹിണി നക്ഷത്രം വേഴത്തിന്റെ അനുകൂല ദൃഷ്ടി ഈ രോഹിണി നക്ഷത്രത്തിനുള്ളതിനാൽ സാമ്പത്തിക നേട്ടത്തിന് സാധ്യതയുണ്ട്. അപ്പൊ ഒരു നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. അപ്പൊ രോഹിണി നക്ഷത്രത്തിന് വേഴത്തിന്റെ ദൃഷ്ടിയുണ്ട്, അല്ലെങ്കിൽ വേഴമായിട്ട് ബന്ധമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ രോഹിണി നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി അല്ലെങ്കിൽ ലോട്ടറി പരമായിട്ടുള്ള ധനവർധന ഉണ്ടാകുന്ന ഒരു സമയം ആണ് ഇപ്പോൾ ഈ ഫെബ്രുവരി മാസത്തിൽ ഉള്ളത്. ഇവരുടെ ഭാഗ്യ നമ്പർ ഞാൻ പറയാം. 2, 11, 20, 29. 2, 11, 20, 29 ഈ ഇതാണ് ഇവർക്കുള്ളത് ഭാഗ്യ നമ്പർ, ഈ രോഹിണി നക്ഷത്രക്കാരുടെ ഭാഗ്യ നമ്പർ. ഇനി മകീര നക്ഷത്രം മിഥുനൻ രാശിയിൽ നിൽക്കുന്ന ഈ മിഥുനൻ രാശിയിൽ നിൽക്കുന്ന വേഴം ഈ നക്ഷത്രക്കാർക്ക് ധനയോഗം നൽകാൻ സാധ്യതയുണ്ട് ഈ മാസം. അവരുടെ ഭാഗ്യ നമ്പർ 5, 14, 23, 32. അതായത് മകീര നക്ഷത്രക്കാരുടെ ഈ മാസത്തെ ഭാഗ്യ നമ്പറാണ് പറഞ്ഞത് 5, 14, 23, 32.
ഈ ഭാഗ്യ നമ്പർ ഇവർക്ക് ഈ മാസത്തിൽ ധനലാഭം ഉണ്ടാക്കി തരുന്നതാണ്. അതുകൂടാതെ അത്തം നക്ഷത്രം ബുധന്റെ സ്വാധീനവും വേഴത്തിന്റെ അനുകൂലമായ അവസ്ഥയും ഇവർക്ക് ഭാഗ്യം കൊണ്ടുവരുവാൻ സാധിക്കുന്നതാണ്. ഇവരുടെ ഭാഗ്യ നമ്പർ 1, 10, 19, 28 ഈ നമ്പറുകൾ ഇവരുടെ അത്തം നക്ഷത്രക്കാരുടെ ഫെബ്രുവരി മാസത്തെ ഭാഗ്യ നമ്പറാണ്. ഇവർ ഭാഗ്യത്തിന് ഉടമകളായി മാറാൻ സാധ്യതയുണ്ട്. ഇനി ചോദ്യ നക്ഷത്രക്കാർ ഇവർക്ക് ഫെബ്രുവരി മാസത്തിൽ അപ്രതീക്ഷിതമായ ധനലാഭത്തിന് സാധ്യത കാണുന്നുണ്ട്. അതായത് വേഴം ബുധന്റെ രാശിയിൽ നിൽക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇവരുടെ ഭാഗ്യ നമ്പർ, ചോദ്യ നക്ഷത്രത്തിന്റെ ഭാഗ്യ നമ്പർ 4, 13, 22, 31. 4, 13, 22, 31 ഈ നമ്പറുകളാണ് ചോദ്യ നക്ഷത്രത്തിന് ഭാഗ്യം കൊണ്ടുവരുന്നത്. ഇനി തിരുവോണം നക്ഷത്രക്കാർക്ക് കഠിനാധ്വാനത്തിനോടൊപ്പം അല്പം ഭാഗ്യം കൂടി തുണയ്ക്കുന്ന ഒരു സമയമാണ് ഈ ഫെബ്രുവരി മാസം. അപ്പൊ ഇവരുടെ ഈ തിരുവോണം നക്ഷത്രക്കാരുടെ ഭാഗ്യ നമ്പർ 7, 16, 25, 14 ഇതാണ് ഈ തിരുവോണം നക്ഷത്രക്കാരുടെ ഭാഗ്യ നമ്പർ 7, 16, 25, 14. അപ്പൊ ഈ നക്ഷത്രക്കാർ, ഞാനീ പറഞ്ഞ ഈ നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ ധനപരമായി നേട്ടങ്ങൾ ഉണ്ടാവുന്ന, അതായത് വേഴത്തിന്റെ അനുകൂലത്താൽ ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പൊ അത് നോക്കി കണ്ട് നിങ്ങളുടെ ജാതകത്തിലും കൂടി നല്ലൊരു സമയമാണെങ്കിൽ തീർച്ചയായിട്ടും ഇതും കൂടി ഒത്തുവരുമ്പോൾ നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യം ഉണ്ടാവുന്നതാണ്. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.